ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇത് 50 മാർക്കിനുള്ള കറണ്ട് അഫയേഴ്സ് എക്സാം ആണ്. ഈ കറണ്ട് അഫയേഴ്സ് എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട എക്സാം ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. പഠിക്കാത്തവരാണെങ്കിൽ ഇനി വരുന്ന എക്സാമുകൾക്കെല്ലാം തന്നെ പ്രതീക്ഷിക്കാവുന്ന 50 ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ നിങ്ങൾ പഠിച്ചോളുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ വിവിധ ബഹിരാകാശ ദൗത്യങ്ങൾ, വിക്ഷേപണ വാഹനങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ചന്ദ്രയാൻ 3, LVM-3, M4, then മംഗൾയാൻ, PSLV XLC-25, ആദിത്യ L1 PSLV-C XLC-57. ഇതിനകത്ത് ശരിയായ ജോഡികൾ ഏവ എന്നാണ് ചോദ്യം. അപ്പോൾ ചന്ദ്രയാൻ അതിനെ വിക്ഷേപിച്ച വാഹനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ഏതാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് LVM-3M4 ആണ്. അപ്പൊ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്കും പഠിക്കാം. LVM-3M4ലാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അത് ശരിയാണ്. മംഗൾയാൻ വിക്ഷേപിച്ചത് PSLV XLC-25ലാണ്. അതും ശരിയാണ്. ആദിത്യ L1 വിക്ഷേപിച്ചത് PSLV XLC-57 ആണ്. തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. അടുത്തത്, ഇന്ത്യയുടെ 54ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ ചിത്രമേതാണ്? ഇന്ത്യയുടെ 54ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ ചിത്രം ഏതാണ്? ഓപ്ഷൻ സി ആണ്, എൻലെസ് ബോർഡേഴ്സ് ആണ്. ഏതാണ്? എൻലെസ് ബോർഡേഴ്സ് ആണ് 54ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയത്. എൻഡ്ലെസ് ബോർഡേഴ്സ്. അടുത്തത്, ഭൗതിക ശാസ്ത്രജ്ഞർ അമാഡെ റസു എന്ന പേര് നൽകിയിട്ടുള്ളത് എന്തിനാണ്? ഭൗതിക ശാസ്ത്രജ്ഞർ എന്തിനോ അമാഡെ റസു എന്ന പേര് നൽകി. അത് ഏതിനാണ് നൽകിയത്? ഏതിനാണ്? ക്ഷീരപഥത്തിന് പുറത്തു, മിൽക്ക് വേക്ക് പുറത്തു നിന്നുള്ള കോസ്മിക് കിരണത്തിനാണ് ഈ ഒരു പേര് നൽകിയിട്ടുള്ളത്. അമാഡെ റസു എന്ന പേര് നൽകിയിരിക്കുന്നത് ക്ഷീരപഥത്തിന് പുറത്തു നിന്നുള്ള കോസ്മിക് കിരണത്തിനാണ്. അടുത്ത ചോദ്യം, 2023 ബുക്കർ പ്രൈസ് ജേതാവ് ആര്? 2023 ബുക്കർ പ്രൈസ് ജേതാവ് ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്, പോൾ ലിഞ്ച് ആണ്. പോൾ ലിഞ്ചിനാണ് 2023 ബുക്കർ പ്രൈസ് കിട്ടിയത്. PM ജൻമൻ പദ്ധതി ലക്ഷ്യമിടുന്നത് ഏത് വിഭാഗത്തെയാണ്? പ്രധാനമന്ത്രി ജൻമൻ പദ്ധതി ലക്ഷ്യമിടുന്നത് ഏത് വിഭാഗത്തെയാണ്? ജൻമൻ, ജനങ്ങളുടെ മനസ്സിലുള്ളത് ആരാണ്? ഗോത്ര വിഭാഗങ്ങളാണ്. സോ ഗോത്ര വിഭാഗങ്ങളെയാണ് PM ജൻമൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ആരുടെ രചനയാണ് ദി വൈറ്റ് ഹൗസ് ഇയേഴ്സ്? ദി വൈറ്റ് ഹൗസ് ഇയേഴ്സ് ആരുടെ ഇയേഴ്സ് ആണ്? വൈറ്റ് ഹൗസിലൊക്കെ താമസിച്ചിരുന്നത് തന്നിട്ടുള്ളതിൽ ആരാണ് വൈറ്റ് ഹൗസ്? ഓപ്ഷൻ സി ആണ്, ഹെൻറി കിസിഞ്ചർ ആണ്. ഹെൻറി കിസിഞ്ചറിന്റെ രചനയാണ് ദ വൈറ്റ് ഹൗസ് ഇയേഴ്സ്. ദ വൈറ്റ് ഹൗസ് ഇയേഴ്സ് ആരുടേതാണ്? ഹെൻറി കിസിഞ്ചറിൻ്റെതാണ്. 2023 ഡിസംബറിൽ അന്തരിച്ച ഡോക്ടർ M കുഞ്ഞാമനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 2023 ഡിസംബറിൽ അന്തരിച്ച വ്യക്തിയാണ് ഡോക്ടർ M കുഞ്ഞാമൻ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതാണ് നോക്കാം. പ്രമുഖ സാമ്പത്തിക ചിന്തകനാണ് കുഞ്ഞാമൻ. ശരിയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എതിര് എന്നാണ്. കുഞ്ഞാമന്റെ ആത്മകഥയുടെ പേര് എതിരാണ്. മികച്ച ആത്മകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ എതിരെന്നതിന് ലഭിച്ചിട്ടുണ്ട്. ദേശീയ ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്നു. അപ്പൊ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുമുള്ള 3 പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്തകനാണ് ഡോക്ടർ M കുഞ്ഞാമൻ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എതിരെന്നാണ്. ഈ എതിരെന്ന ആത്മകഥയ്ക്ക് മികച്ച ആത്മകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അത് നിരസിച്ചിട്ടുണ്ട്. ആര്? നമ്മുടെ കുഞ്ഞാമൻ. ഓക്കെ. ദെൻ ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, ദുബായിൽ വെച്ചിട്ടാണ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദുബായിലാണ്. സ്വിസ് സംഘടനയായ
IQAir തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണം കൂടിയ നഗരം ഏതാണ്? സ്വിസ് സംഘടനയാണ് IQAir. ഇത് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ വായു മലിനീകരണം കൂടിയ നഗരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നമ്മുടെ ഡൽഹിയാണ്. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തിന്റെ ഇന്ത്യയിലുള്ള സ്ഥാനപതി കാര്യാലയമാണ് 2023 നവംബറിൽ അടച്ചുപൂട്ടിയത്? ഏതോ ഒരു രാജ്യത്തിന്റെ ഇന്ത്യയിലുള്ള സ്ഥാനപതി കാര്യാലയം 2023 നവംബറിൽ അടച്ചുപൂട്ടി. അത് ഏതിൻ്റെതായിരിക്കും? അഫ്ഗാനിസ്ഥാന്റേതാണ്. ഏതാണ്? അഫ്ഗാനിസ്ഥാന്റേത്. ജയിലിൽ കഴിയുന്ന വിദേശ പൗരന്മാർക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളുമായി വീഡിയോ കോൾ നടത്താൻ അനുവാദം നൽകിയത് ഏത് സംസ്ഥാനമാണ്? ജയിലിൽ കഴിയുന്ന വിദേശ പൗരന്മാർക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് വീഡിയോ കോൾ ചെയ്യാം. ഇതിന് അനുവാദം നൽകിയ സംസ്ഥാനം ഏതാണ്? അനുവാദം നൽകിയത് ഓപ്ഷൻ എ ആണ്, മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്ര. കേരളത്തിലെ ഏത് ജില്ലയാണ് അടയാളം എന്റെ ആധാർ എന്ന പദ്ധതി നടപ്പിലാക്കിയത്? കേരളത്തിലെ ഏത് ജില്ലയാണ് അടയാളം എന്റെ ആധാർ എന്ന പദ്ധതി നടപ്പിലാക്കിയത്? ഓപ്ഷൻ സി ആണ്, കണ്ണൂർ ജില്ലയാണ് അടയാളം എന്റെ ആധാർ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള ബ്ലോഗ് എക്സ്പ്രസ് ഏത് മേഖലയുടെ പുരോഗതിയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കേരള ബ്ലോഗ് എക്സ്പ്രസ് ഏതാണ്? കേരള ബ്ലോഗ് എക്സ്പ്രസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. ഏതുമായി ബന്ധപ്പെട്ടതാണ്? വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടതാണ് കേരള ബ്ലോഗ് എക്സ്പ്രസ്. ഇത് ഏത് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്? വിനോദസഞ്ചാരത്തിന്റെ പുരോഗതിയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ പ്ലാറ്റ്ഫോം എവിടെയാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽ പ്ലാറ്റ്ഫോം എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, ഹുബ്ബള്ളിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം. 2022-23 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? 2024 ഇപ്പോൾ സർവീസസ് ആണ്. 2022-23 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കർണാടകമാണ്. 2022-23 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? കർണാടക ആണ്. അടുത്ത ചോദ്യം, നീരജ് ചോപ്രയെ പറ്റി ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്തതാണ് വേണ്ടത്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. അത് ശരിയാണോ? അത് ശരിയാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? നീരജ് ചോപ്ര. അടുത്തത്, ഡയമണ്ട് ലീഗില് സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അതും ശരിയാണ്. ഡയമണ്ട് ലീഗില് സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അടുത്തത്, ജാവലിൻ ത്രോയിലെ നിലവിലെ ലോക റെക്കോർഡിനുടമ. അത് തെറ്റാണ്. നിലവിലെ ലോക റെക്കോർഡിനുടമ ആരല്ല? നമ്മുടെ നീരജ് ചോപ്ര അല്ല. അപ്പൊ അത് തെറ്റാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അത് നമ്മുടെ നീരജ് ചോപ്രയാണ്. അടുത്തത്, അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന ജാവലിൻ ത്രോയിലെ നിലവിലെ ലോക റെക്കോർഡിനുടമ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം വിദേശികൾക്കും അധികാര സ്ഥാനങ്ങളിലെ വിവരം തേടാം എന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? നമുക്കൊരു വിവരാവകാശ നിയമപ്രകാരം ഉണ്ട്. ആ നിയമം അവകാശ പ്രകാരം വിദേശികൾക്കും അധികാര സ്ഥാനങ്ങളിലെ വിവരം തേടാം എന്ന് വിധിച്ച ഹൈക്കോടതി ഏത്? ഓപ്ഷൻ സി ആണ്, ഡൽഹി ഹൈക്കോടതിയാണ് അങ്ങനെ വിധിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഏത് വനിതാ കായിക താരത്തിന്റെ പേരിലാണ് ഒരു സ്റ്റേഡിയം നാമകരണം ചെയ്യപ്പെട്ടത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏത് വനിതാ കായിക താരത്തിന്റെ പേരിലാണ് ഒരു സ്റ്റേഡിയം നാമകരണം ചെയ്യപ്പെട്ടത്? ആരുടെ പേരിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, റാണി രാംപാൽ ആണ്. ആരാണ്? റാണി രാംപാലിന്റെ പേരിലാണ് ഒരു സ്റ്റേഡിയം നാമകരണം ചെയ്യപ്പെട്ടത്. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ആദ്യമായി നേടിയത് ആരാണ്? കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ആദ്യമായിട്ട് നേടിയത് ആരാണ്? ഓപ്ഷൻ സി ആണ്, PT ഉഷയാണ് നേടിയത്. PT ഉഷ. 47ാമത്
47ാമത് വയലാർ അവാർഡ് നേടിയത് ആരാണ്? 47ാമത് വയലാർ അവാർഡ് നേടിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ശ്രീകുമാരൻ തമ്പിക്കാണ് 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാതി സംവരണം 65% ഉയർത്താൻ അടുത്തിടെ ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാതി സംവരണം 65% ഉയർത്താൻ അടുത്തിടെ ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആണ് ബീഹാർ ആണ് അനുവദിച്ചത്. ബീഹാർ 65% ഉയർത്താനാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി, ലയൺ സഫാരി ഓൾറെഡി ഉണ്ട്, ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ഓപ്ഷൻ ബി ആണ് ചെക്കിട്ടപ്പാറയിലാണ് നിലവിൽ വരുന്നത്. എവിടെയാണ്? ചെക്കിട്ടപ്പാറയിലാണ് നിലവിൽ വരുന്നത്. അടുത്തത്, ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് ഭരണ പുരോഗതി വിലയിരുത്താനും ജനാഭിപ്രായം തേടാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒന്നാകെ കേരളത്തിലെ 140 മണ്ഡലങ്ങളും സന്ദർശിച്ച പരിപാടിയാണ് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഏത്? നവകേരള സദസ്സാണ്. നൈത്യാർ മോറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നൈത്യാർ മോറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പണ്ടൊരു മാർത്താണ്ഡവർമ്മ എന്ന പുസ്തകം രചിച്ചതാര്? പണ്ടൊരു മാർത്താണ്ഡവർമ്മ എന്ന പുസ്തകം രചിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. പണ്ടൊരു മാർത്താണ്ഡവർമ്മ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് ഹരിലാൽ സാമരിയ. ആരാണ്? ഹരിലാൽ സാമരിയാണ് ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഒരു കലണ്ടർ വർഷത്തിൽ ഏകദിന ക്രിക്കറ്റിൽ 1000 റൺസ് എന്ന നേട്ടം ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൈവരിച്ച താരം ആരാണ്? ആരായിരിക്കും? നമ്മുടെ വിരാട് കോഹ്ലിയാണ്. അപ്പോൾ ഒരു കലണ്ടർ വർഷത്തിൽ ഏകദിന ക്രിക്കറ്റിൽ 1000 റൺസ് എന്ന നേട്ടം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വിരാട് കോഹ്ലിക്കാണ്. ഹാങ്ചോ വേദി ഒരുക്കിയ ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? പാരാ ഗെയിംസിലാണ് ഹാങ്ചോയാണ് ഏഷ്യൻ പാരാ ഗെയിംസിന്റെ വേദി എന്ന് ഓർമ്മിക്കുക. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ ഡി ആണ്. 5ാം സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഏത് സേനാ വിഭാഗമാണ് 2023 പുതിയ പതാക സ്വീകരിച്ചത്? ഇന്ത്യയിലെ ഏത് സേനാ വിഭാഗമാണ് 2023 പുതിയ പതാക സ്വീകരിച്ചത്? ഓപ്ഷൻ എ ആണ് വ്യോമസേനയാണ്. വ്യോമസേന. അടുത്ത ചോദ്യം, 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാക്കൾ ആര്? 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാക്കൾ ആര്? ഓപ്ഷൻ എ ആണ് വിയ്യപുരം ചുണ്ടനാണ്. വിയ്യപുരം ചുണ്ടനാണ് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? പാളയത്താണ് നിലവിൽ വരുന്നത്. തിരുവനന്തപുരത്ത് പാളയത്താണ് ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായിട്ട് ഏത് ദിവസമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബഡ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ബഡ്സ് ഡേ ആചരിക്കുന്നത്. ബഡ്സ് ഡേ ആർക്ക് വേണ്ടിയിട്ടാണ് ആചരിക്കുന്നത്? ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓഗസ്റ്റ് 16 ആചരിക്കുന്നത്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം പിറ്റേ ദിവസമാണ് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായിട്ട് ബഡ്സ് ഡേ ആചരിക്കുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ആചരിക്കുന്നത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് ഏതാണ്? ഏത് ചിത്രമാണ് മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. റോക്കട്രി ദ നമ്പി എഫക്റ്റ് എന്നതാണ്. റോക്കട്രി ദ നമ്പി എഫക്റ്റ് എന്ന ചിത്രമാണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര.
അടുത്ത ചോദ്യം, 2023 സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് യോൻ ഫോസെ. യോൻ ഫോസെ ഏത് രാജ്യക്കാരനാണ്? 2023 സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിച്ച യോൻ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ ഡി ആണ്, നോർവേക്കാരനാണ് യോൻ ഫോസെ, നോർവേക്കാരൻ. 2023 ഏഷ്യൻ ഗെയിംസില് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ, നേരത്തെ നമ്മൾ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയുടെ ഇന്ത്യ സ്ഥാനം 5 ഇത് ചോദിച്ചത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4ാം സ്ഥാനമാണ് ഉള്ളത്, 4ാം സ്ഥാനം. അടുത്ത ചോദ്യം, 2023 JCB പുരസ്കാരം ലഭിച്ച തമിഴ് സാഹിത്യകാരൻ ആരാണ്? 2023 JCB പുരസ്കാരം ലഭിച്ച തമിഴ് സാഹിത്യകാരനാണ് ഓപ്ഷൻ എ പെരുമാൾ മുരുകൻ. ആരാണ്? പെരുമാൾ മുരുകൻ. ഗസൽ ഗായകൻ ഉമ്പായിയുടെ സ്മരണാർത്ഥം സംസ്ഥാനത്തെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, കോഴിക്കോടാണ്. ഗസൽ ഗായകനായ ഉമ്പായിയുടെ സ്മരണാർത്ഥമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത്. ഇത് കോഴിക്കോടാണ് നിലവിൽ വരുന്നത്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് CEO ആരാണ്? ലോകത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് CEO ആരാണ്? ഓപ്ഷൻ എ ആണ്, മിക്കയാണ്, മിക്ക. 2023 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം പുരസ്കാരം ലഭിച്ച പേർഷ്യൻ ചിത്രം ഏത്? 2023 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം പുരസ്കാരം ലഭിച്ചത്, നമ്മൾ നേരത്തെ ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ എൻഡ്ലെസ് ബോർഡേഴ്സിനാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏതിനാണ് ലഭിച്ചത്? ഓപ്ഷൻ എ തന്നെയാണ്, എൻഡ്ലെസ് ബോർഡേഴ്സിനാണ്, എൻഡ്ലെസ് ബോർഡേഴ്സ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ സി ആണ്, വി വേണു ആണ് നിലവിലെ ചീഫ് സെക്രട്ടറി. വിളർച്ച മുക്ത കേരളത്തിനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിവ കേരളം. ഏതാണ്? വിവ കേരളം. ഈ പദ്ധതി പ്രകാരം ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത് ഗ്രാമപഞ്ചായത്താണ്? ഓപ്ഷൻ ബി ആണ്, മൈലപ്രയാണ്. ഏതാണ്? മൈലപ്ര. വിളർച്ച മുക്ത കേരളത്തിനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച വിവ കേരളം പദ്ധതി ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മൈലപ്ര. 73ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ എ ആണ്, നൻപകൽ നേരത്ത് മയക്കം. അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആര്? അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആര്? ഓപ്ഷൻ ഡി ആണ്, അജിത് കുമാർ മൊഹന്തിയാണ് അറ്റോമിക് എനർജി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ചന്ദ്രയാൻ 3ന്റെ മിഷൻ ഡയറക്ടർ ആര്? ചന്ദ്രയാൻ 3ന്റെ മിഷൻ ഡയറക്ടർ ആണ് എസ് മോഹനകുമാർ. ആരാണ്? എസ് മോഹനകുമാർ. അപ്പൊ മൊത്തം ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ SCRT ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും SCRT പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.